ടീച്ചറുടെ മോളെ രേണുകയെക്കുറിച്ച് പിന്നെ എന്തെങ്കിലും വിവരം കിട്ടി മുത്തു? നീ അകത്തേൽപ്പിച്ചിട്ട് പോയ മുറിവിൽ ഇപ്പോഴും വേദനയുണ്ട്. അതെടി, ഇവൻ അറിയാതെ എന്റെ രേണുക മോൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. മദർ, സ്നേഹമോളെ കാണുന്നില്ല. കാണുന്നില്ലെന്നോ? എല്ലായിടത്തും നോക്കിയോ? നോക്കി മദർ, ഇവിടെയെങ്കിലും കാണുന്നില്ല. ഗംഗ ചേച്ചിക്ക് വെളിയിൽ നിന്നെല്ലാം മേടിക്കാൻ പറ്റുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. എനിക്കൊന്നും വേണ്ട, നീ ഇവിടെ നിന്നാ മതി. ശ്യാമേട്ടൻ ടീച്ചറുടെ അടുത്ത് വന്നിട്ട് ഏറെ നേരമായോ മുത്തു? ഇല്ല, കുറച്ചു നേരം ആയതേ ഉള്ളൂ. അന്നേരല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ടീച്ചറുടെ മോളെ രേണുകയെക്കുറിച്ച് പിന്നെ എന്തെങ്കിലും വിവരം കിട്ടി മുത്തു? ഇല്ല, മരിച്ചുപോയെന്ന എല്ലാരും പറയുന്നത്. പക്ഷെ ടീച്ചറമ്മ പറയുന്നത് എന്നെങ്കിലും രേണു ചേച്ചി തിരിച്ചു വരുമെന്നാ. മുറിവിൽ വേദനയുണ്ടോ? ഈ മുറിവിൽ വേദനയില്ല. പക്ഷേ നീ അകത്തേൽപ്പിച്ചിട്ട് പോയ മുറിവിൽ ഇപ്പോഴും വേദനയുണ്ട്. എന്റെ അമ്മേ, ഞാൻ ഇവിടെ കുറെ വഴക്ക് പറഞ്ഞു. ഒരാള് രോഗശയ്യയിൽ കിടക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടത്? അമ്മയുടെ മോളൊക്കെ ആയിരിക്കും, ശരി തന്നെ. പക്ഷെ ഇപ്പോഴും ആരോട് എപ്പോ എന്ത് സംസാരിക്കണമെന്നൊന്നും ഇവൾക്കൊരു ബോധവുമില്ല. അത് സംസർഗ ഗുണം കൊണ്ടായിരിക്കും. മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അല്ല അമ്മേ, ഡോക്ടർ എന്ത് പറഞ്ഞു? ഉടനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകാൻ പറ്റുമോ? അത്ര തിരക്കിട്ടിപ്പോ അങ്ങോട്ട് പോയിട്ട് എന്തിനാ? ഇവിടെ ആവുമ്പോ ആരെയും പേടിക്കാതെ സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാനെങ്കിലും പറ്റുമല്ലോ. അമ്മ ഇങ്ങനെ എന്തിനാ ഓരോന്ന് കൊത്തും കൊള്ളും വെച്ച് പറയുന്നത്? സ്നേഹവും ബന്ധവും ഒക്കെ ഉള്ളവർ തമ്മില് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വഴക്കിട്ടെന്നിരിക്കും. നമ്മള് അന്യർത്ഥക്കാരൊന്നും അല്ലല്ലോ. ആ, അതാ ഞാനും പറയുന്നത്. ചില ഈശാഘോഷങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോഴത്തെ ദേഷ്യത്തിന് അമ്മയും എൻ്റെ ദേഷ്യത്തിന് ഞാനും. പക്ഷെ ഒരു ആപത്ത് വരുമ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. എന്നെ കൊണ്ടത് സാധിക്കില്ല. സ്നേഹമുള്ളവനാ ധനപാലൻ. ആ, അതെനിക്ക് നല്ലോണം അറിയാം. അതിരിക്കട്ടെ, നിനക്കിപ്പോ എന്ത് കാര്യം എന്നെ കൊണ്ട് സാധിക്കാനുള്ളത്? തുറന്നു പറഞ്ഞു. ആ കണ്ടോ, അമ്മയ്ക്ക് ഇപ്പോഴും എന്നെ സംശയമാ. അതെ, ഇപ്പോഴും എനിക്ക് നിന്നെ സംശയം തന്നെയാ, എന്റെ രേണുക മോളുടെ കാര്യത്തിൽ. അമ്മേ, അതെടി, ഇവൻ അറിയാതെ എന്റെ രേണുക മോൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. എനിക്കത് ഉറപ്പാ. അമ്മ ഇങ്ങനെ മനസാക്ഷിയില്ലാതെ സംസാരിക്കരുത്. ഞാൻ എന്ത് ചെയ്തെന്നാ? അത് നിനക്കല്ലേ അറിയാവൂ. മനസാക്ഷി അല്പമെങ്കിലും നിനക്കുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിനക്കത് എന്നോട് തുറന്നു പറഞ്ഞുകൂടെ ധനബാല? രാധികേ, നീ ഇത് കേട്ടില്ലേ? അമ്മ മുൻപും പലവട്ടം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്കറിയോ, രേണുകയെ ധനേട്ടൻ എന്റെ അനുജത്തിയായിട്ടല്ല, സ്വന്തം കൂടപ്പറപ്പിനെ പോലെയാ കണ്ടിട്ടുള്ളത്. ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. നിന്നെ ഇവൻ വിവാഹം കഴിക്കുമ്പോ ഞാനും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിരുന്നു. എന്റെ മൂത്ത മരുമകൻ വീട്ടിലൊരു ഗൃഹനാഥന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം നോക്കി നടത്തേണ്ടുന്നവൻ. ഞാൻ പ്രസവിച്ചില്ലെങ്കിലും എന്റെ മോന്റെ സ്ഥാനത്ത് ഒരു ആൺതുണ. എന്റെ രേണുവിന് ഒരു മൂത്ത ഏട്ടൻ. പക്ഷേ എന്റെ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചുപോയി. അതമ്മയുടെ തോന്നല. മറ്റുള്ളവര് അമ്മയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതാ. ഇല്ല, എനിക്ക് നേരായ ധാരണ മാത്രമേ ഉള്ളൂ. എന്റെ രേണുവിന് എന്ത് സംഭവിച്ചുവെന്ന് ഇവനറിയാം. ഇല്ലെങ്കിൽ നീ ഇവനോട് ചോദിച്ചു നോക്ക്.
അതോ നിനക്കും അറിയാമോ രാധിയെ? അമ്മേ, അമ്മ എന്ത് ഭ്രാന്തൊക്കെയായി പറയുന്നേ? മോളെ, എന്നേക്കാൾ സ്നേഹമല്ലായിരുന്നു അവൾക്ക് നിന്നെ. രാധിയേച്ചി രാധിയേച്ചി എന്ന് വിളിച്ച് നിന്റെ തുണിത്തുമ്പിൽ തൂങ്ങി നടന്നിരുന്നവളല്ലേ അവള്. എന്നിട്ടും അവളെ ഓർത്തൊന്ന് സഹതപിക്കാൻ പോലും നിനക്ക് കഴിയുന്നില്ലല്ലോ. നിന്റെ മനസ്സ് ഇത്രയ്ക്ക് കഠിനമായി പോയത് എങ്ങനെയാ മോളെ? പശുവും ചത്ത് മോരിലെ പുളിയും പോയി പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടിരിക്കുന്നേ ഭ്രാന്തിന്റെ ലക്ഷണമാ. അതേടാ, അതെനിക്ക് നല്ലോണം അറിയാം. ഇനി എന്നെ ഭ്രാന്താശുപത്രി കൂടെ അടയ്ക്കണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിനു മുൻപ് നീ എന്നോടൊരല്പം കരുണ കാണിക്കണം. എന്റെ മോക്ക് എന്ത് പറ്റിയെന്ന് നീ എന്നോട് തുറന്നു പറയണം. അവള് ജീവിച്ചിരിപ്പില്ലെങ്കിൽ മോക്ഷം കിട്ടാത്ത ആത്മാവായി അവൾ അലഞ്ഞു തിരിയാതിരിക്കാൻ ഒരുരുള്ള ചോറുരുട്ടി ഒന്ന് പിണ്ടം വയ്ക്ക്. അവൾക്കും അവളുടെ വയറ്റിൽ കുരുത്ത ആ കുരുന്ന ജീവനും വേണ്ടി ഒന്ന് ശേഷക്രിയ ചെയ്യാൻ. അതിനെങ്കിലും നീ എന്നെ ഒന്ന് അനുവദിക്കടാ. അമ്മേ, അഥവാ ആ കുഞ്ഞിനെങ്കിലും നീ വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിനെങ്കിലും നീ എനിക്കൊന്ന് കാട്ടിത്ത. അമ്മേ, സ്നേഹമോളെ, മോനെ, സ്നേഹമോളെ കണ്ടോ? കണ്ടില്ല. മോളെ, സ്നേഹമോളെ. എന്താ ക്ലാരെ? മദർ, സ്നേഹമോളെ കാണുന്നില്ല. ഏ? കാണുന്നില്ലെന്നോ? എല്ലായിടത്തും നോക്കിയോ? നോക്കി മദർ, ഇവിടെയെങ്കിലും കാണുന്നില്ല. ആൾക്കാരെ ചെന്ന് നോക്കി. ഇടയ്ക്കൊക്കെ അവിടെ ചെന്ന് ഉണ്ണിയേശുവിനോട് കഥ പറയുന്നൊരു ശീലമുണ്ടല്ലോ. ഞാൻ അവിടെ നോക്കി മദർ, ഇല്ല. പിന്നെ എവിടെ പോകാനാ? ആ ഹോസ്പിറ്റലിലെങ്ങാനും. കുഞ്ഞേ, ഹോസ്പിറ്റലിൽ കംപ്ലീറ്റ് ഞാൻ അരിച്ചു പിറക്കി. മോർച്ചറിയിൽ കയറി നോക്കി, അവിടെ ഒന്നും ആളുടെ പൊടി പോലും ഇല്ല. ഡോക്ടറോട് ചോദിച്ചോ? ചോദിച്ചു. ഇന്നത്തെ ദിവസം അങ്ങോട്ട് ചെന്നിട്ടേ ഇല്ല. കർത്താവേ, പിന്നെ എന്റെ കുഞ്ഞിതെവിടെ പോയി? നീ ഇങ്ങനെ പേടിക്കാതെ ക്ലാരെ, ദൂരെ എങ്ങും പോയിട്ടുണ്ടാവില്ല. ലില്ലി, സാജ, സ്നേഹമോളെ കണ്ടായിരുന്നോ? ഇല്ല ടീച്ചർ ആന്റി. എന്റെ മോൾ എവിടെ പോയി മദർ? എന്താ ക്ലാര ഇത്? നമുക്ക് നോക്കാം. കർത്താവേ, എന്റെ മോക്കൊന്നും വരുത്തരുതേ. ആളെ ഇറക്കി കിണറ്റിലും കുളത്തിലും ഒക്കെ ഒന്ന് തപ്പിച്ചാലോ? തോന്നിയാസം പറയാതെ വായടക്കേ. മോളെ, സ്നേഹമോളെ. തനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ അറിയാവോ? അന്നമ്മ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അതിന് ഞാനെന്ത് പറഞ്ഞെന്നാ? കുന്തം പോയാൽ കുളത്തിന് തപ്പണമെന്നല്ലേ പ്രമാണം. മോളെ, സ്നേഹമോളെ, സ്നേഹമോളെ, സ്നേഹമോളെ. സ്നേഹമോളെ, മോളെ, മോളെ. മോളെ, സ്നേഹമോളെ. സിസ്റ്റർ, സ്നേഹമോളെ കണ്ടോ? ഇല്ല. സിസ്റ്റർ, സ്നേഹമോളെ കണ്ടായിരുന്നു? ഇല്ലല്ലോ. മോളെ, എന്റെ മാതാവേ, എനിക്കെന്റെ കുഞ്ഞിനെ കൊണ്ടെത്താ. എന്റെ മോൾ എവിടെയാണെന്ന് ഒന്ന് കാണിച്ചതാ.
എന്താ മദർ, എന്തെങ്കിലും വിവരം കിട്ടിയോ? എന്റെ മോള് എന്റെ ക്ലാര കുഞ്ഞ് ഞങ്ങൾ എല്ലായിടവും തപ്പി, ഇനി ഒരിടം പോലും ബാക്കിയില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് പോലീസിലൊന്ന്. ആ അത് നല്ല ഐഡിയ. അവരാവുമ്പോ വേണമെങ്കിൽ ഫയർഫോഴ്സ്. ഫിലിപ്പോസേ, ദാണ്ട മദാറെ, സ്നേഹമോള്. മോളെ കരയല്ലേ, അടങ്ങിയിരിക്കും മോളെ. നീ എഴുതി ബഹളം വെക്കില്ല. എടി അന്നാമ, നിനക്കിതിന് എവിടെ നിന്ന് കിട്ടിയടി? ഞങ്ങളിനി നോക്കാനിടമില്ല. ഞാൻ വരുമ്പോഴുണ്ടല്ലോ ആ പൊട്ടക്കിണറിനടുത്തുള്ള കുറ്റിക്കാടില്ലേ, അവിടെ ഇരുന്ന് റോഡിലേക്ക് നോക്കുകയായിരുന്നു. എന്തൊക്കെ ചോദിച്ചിട്ട് ഒന്നും മിണ്ടിയില്ല. ഒടുക്കം പിടിച്ചു വലിച്ചു കൊണ്ടുവരുമായിരുന്നു. എന്റെ കർത്താവ്, അവിടെയോ വല്ല ഇഴജന്തുക്കളും? അടുക്കല്ലേ കുഞ്ഞിനെ. എന്താ ഈ കാണിക്കുന്നത്? ഞാനിവിടെ അത്രക്കെന്നെ തീ തിരിച്ചില്ലേ ഇവള്? അയ്യോ, എന്താ കുഞ്ഞെ കാണിക്കുന്നേ? കാര്യം ഒന്നും നിർത്തുന്നുണ്ടോ? ആവശ്യമില്ലാതെ കുഞ്ഞിനെ തല്ലിട്ട് വെറുതെ നിന്ന് കരയുന്നു. ക്ലാരമ്മയുടെ കൂട്ടില്ല, ഒരിക്കലും ഇനി കൂട്ടില്ല, മിണ്ടൂല. ക്ലാരമ്മ ചീത്ത. അങ്ങനെ പറയില്ലേ മോളെ, ക്ലാരമ്മ പാവല്ലേ. മോളെ കാണാതെ ഒത്തിരി വിഷമിച്ചിട്ടല്ലേ ക്ലാരമ്മ മോളെ തല്ലിയത്. മോളെന്തിനാ ആരോടും പറയാതെ ആ കാട്ടിൽ പോയിരുന്നെ? അത് ഞാൻ ക്ലാരമ്മോട് പിണങ്ങിയിട്ട. എന്തിന്? ക്ലാരമ്മ എന്നും എന്നെ പറ്റിക്കാം. വീട്ടിൽ കൊണ്ടാവുന്ന അപ്പനും അമ്മാമ്മയും കാട്ടിത്തരാന്ന് പറഞ്ഞ വെറുതെ എന്നെ പറ്റിക്കാം. അതുകൊണ്ടാ ഞാൻ പിണങ്ങിയത്. എന്റെ മോളെ കരയല്ലേ മോളെ, ക്ലാരമ്മയോട് പിണങ്ങല്ലേ. എന്റെ പൊന്നു മോളെ. അകത്തേക്ക് വരാവോ?